ചില പ്രൊഡ്യൂസേഴ്സും ക്രിയേറ്റേഴ്സൊക്കെ വിളിച്ചിട്ട് പറയും നിങ്ങൾ നെഗറ്റീവ് പറഞ്ഞോ, ഒരു പ്രശ്നമില്ല, നിങ്ങൾ സിനിമ കാണുക. അപ്പോൾ അവർക്ക് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഇങ്ങനെ സിനിമ ഇറങ്ങിയെന്ന് കുറേ പേര് അറിയും. ഇപ്പോൾ മോസ്റ്റ് ഓഫ് ദ കമൻറ്റ്സ് അങ്ങനെ വരുന്നത് ഇതേത് സിനിമ, ഇതാര സിനിമ, ഇതൊക്കെ എപ്പോഴും ഇറങ്ങി എന്നുള്ള കമൻറ്റ്സ് വരും. ഈ ഒരു റിവ്യൂവറിലേക്ക് എത്തിയതിനു ശേഷം സുഹൃത്തുക്കളുടെ എണ്ണം കൂടിയോ ശത്രുക്കളുടെ എണ്ണം കൂടിയോ? ശത്രുക്കളുടെ എണ്ണം കൂടിയത്. പിന്നെ സുഹൃത്തുക്കൾ എനിക്ക് അല്ലെങ്കിൽ അധികം സുഹൃത്തുക്കളില്ല. ഭീഷണിയൊക്കെ ഉണ്ടോ? ഇഷ്ടംപോലെ കമൻസ് ആയിട്ട് വരും, ടെക്സ്റ്റ് മെസ്സേജസ് ആയിട്ട് വരും, ഓഡിയോ മെസ്സേജസ് ആയിട്ട് വരും, കോളായിട്ട് വരും. സാധാരണ ഒരാൾ സിനിമ കാണുമ്പോൾ ആയിരിക്കില്ല ഒരു റിവ്യൂർ സിനിമ ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാവരും അങ്ങനെ എനിക്കറിയില്ല. 2 ലെയർ എന്തായാലും അറ്റ് എ ടൈം ഓടണം. ഒരു ക്രിട്ടിക്കൽ റീഡിങ്, ഒരു സീന് കാണുന്ന സമയത്ത് ആ സീന് മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, ആ സീനിൽ എന്തൊക്കെ നല്ലതുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ അവിടെ കുഴപ്പം വന്നിട്ടുണ്ട് ഇങ്ങനെ നോക്കിപ്പോ നമ്മൾ ക്യാമറ ഓൺ ആക്കിയിട്ട് സംസാരിക്കുമ്പം എന്താണോ പറയാത്, ചിലത് ഞാൻ മനസ്സിൽ പോലും വിചാരിച്ച കാര്യം ചിലപ്പം അങ്ങ് പറഞ്ഞു, ചിലത് പറഞ്ഞത് ഞാൻ എഡിറ്റ് ഒഴിവാക്കാറുണ്ട്. എത്രയ്ക്ക് വേണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ഒഴിവാക്കിയിട്ട് പറയുന്നതാണ് ഇത്രയും ഭയങ്കര ബ്രൂട്ടലാണ് ആൾക്കാർ പറയുന്നത്. അപ്പം ഞാൻ അൺകട്ട് സാധനം കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആക്ടേഴ്സിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഇമോഷണൽ മാസ് എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. ഇപ്പോൾ ടോട്ടൽ ലാലേട്ടൻ ചെയ്തിട്ടുള്ള സാധനം ഇമോഷണൽ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ ഇമോഷണലി വീക്കാക്കും. പിന്നെ അത് നമ്മൾ കൊടുക്കണം നമ്മൾ വിചാരിക്കുന്ന സമയത്ത് കൊടുത്തിരിക്കും. ഇപ്പോൾ ഡോക്ടർ ബിജുവിൻ്റെ ഒരു സിനിമ ഓസ്കാറിലേക്ക് പോയിട്ടുണ്ട്. അതൊന്നും ആൾക്കാർ അറിഞ്ഞിട്ട് കൂടെ ഉണ്ടാവില്ല. അതായത് ബജറ്റ് ഇല്ലാതെ കോണ്ടന്റ് കൊണ്ട്, ക്രിയേറ്റിവിറ്റി കൊണ്ട്, തിമാറ്റിക്കലി ഞെട്ടിക്കാൻ പറ്റുന്ന എടുക്കാൻ പറ്റുന്ന ആളുകളുണ്ട്. അത് അവാർഡ്സ് വഴി നമുക്ക് ലോകത്തൊരു സിനിമ എത്താൻ പറ്റും. കൊമേഴ്ഷ്യലി നമുക്ക് നടപടിയാവുന്ന കേസല്ല. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള റിവ്യൂവർ, ദ സ്റ്റാർ റിവ്യൂവർ, ദ OG റിവ്യൂവർ, മിസ്റ്റർ അശ്വന്ത് കോക്ക്. വെൽക്കം ടു ക്ലബ് FM. സോ ഓണത്തിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓണം എന്ന് പറയുന്ന ആഘോഷത്തിന്റെ, സന്തോഷത്തിന്റെ ഒരു ഉത്സവമാണ്. അപ്പം ഈ ഒരു സന്തോഷം, ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇത്തവണത്തെ ഓണം റിലീസ് കണ്ട സിനിമകളിൽ നിന്നും അശ്വന്ത് എന്ന റിവ്യൂവറിന് കിട്ടിയോ? കിട്ടി അൺഎക്സ്പെക്ടഡ്ലി കിട്ടി. എസ്പെഷ്യലി ലോക എന്ന് പറയുന്ന സിനിമ ഭയങ്കരമായിട്ട് സാറ്റിസ്ഫാക്ഷൻ തന്ന് ഭയങ്കര തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഒന്നുകൂടെ കാണുന്നുണ്ട്. പിന്നെ ഹൃദയപൂർവ്വം ഓൾസോ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ദാറ്റ് വാസ് ഓൾസോ എ ഗുഡ് വാച്ച്. ഓക്കെ, ലോക ഇപ്പോൾ നൽകുന്ന ഒരു എക്സ്പെക്ടേഷൻ, ആ ഒരു ലെവലിൽ എത്രത്തോളം മലയാള സിനിമ ആ ഒരു റേഞ്ചിലേക്ക് ഇനിയുള്ള വരും വർഷങ്ങളിൽ എത്തുമെന്നാണ് തോന്നുന്നത്? അതെ, നല്ല നല്ല ഫാർ റീച്ചിങ് റേഞ്ചിലേക്ക് തന്നെ പോകും. കാരണം അത്രയും മികച്ച ഫിലിം മേക്കേഴ്സ്. ഇത് ഡൊമിനിക് അർണോ തന്നെ നോക്കുകയാണെങ്കിൽ ഒരു 30 CR ബജറ്റ് വെച്ചിട്ടാണ് ഇതുപോലെ സാധനം എടുത്തു വെച്ചേക്കുന്നത്. അപ്പോൾ അത് പിന്നെ DQൻ്റെ പ്രൊഡക്ഷൻ, അപ്പം അങ്ങനെയുള്ള DQനെ പോലെ ആളുകൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസിലി ആക്സസിബിളാണ് ആക്ടേഴ്സ്. ഇപ്പോൾ ഇതിൽ തന്നെ കുറേ ക്യാമിയോസ് ഉണ്ട്, നമുക്ക് പറയാൻ കഴിയില്ല, സിനിമ കണ്ടവർക്ക് അറിയാം. അപ്പം അത്രയും ആളുകളെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് ഒരു സിനിമ എടുക്കാനുള്ള പൊട്ടൻഷ്യലുള്ള പ്രൊഡ്യൂസറോട് വേണം. അത് പ്രൊവൈഡ് ചെയ്ത് DQ അപ്രീഷിയേഷൻ ധാരാളം അറിയിക്കുന്നുണ്ട്. ഓക്കെ, സംസാരത്തിൽ തന്നെ ഭയങ്കര ഒരു സന്തോഷം തോന്നുന്നുണ്ട് എനിക്ക്. ലൈക്ക് ആ ഒരു സിനിമ കണ്ടതിന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉള്ള പോലെ ആ സംസാരത്തിൽ തോന്നുന്നുണ്ട്. ശരിക്കും ഇങ്ങനത്തെ ഒരു സിനിമയൊക്കെ നമ്മൾ എപ്പോഴും എക്സ്പെക്ട് ചെയ്തിട്ടാണ് തിയേറ്റേഴ്സിൽ പോകുന്നത്. ഒരു റിവ്യൂവറിന്റെ ഉള്ളിൽ ഒരു യഥാർത്ഥ സിനിമാ പ്രേമിയുണ്ട്. ആ സിനിമാ പ്രേമിയെ സാറ്റിസ്ഫൈ ചെയ്യണമെന്നില്ല എല്ലായ്പ്പോഴും. എന്നാലും ഈ ഇടയ്ക്ക് ഇറങ്ങിയ സിനിമകളിൽ ആ ഒരു സിനിമാ പ്രേമിയെയും ആ ഒരു റിവ്യൂവറിനെയും സാറ്റിസ്ഫൈ ചെയ്ത എത്ര മലയാളം സിനിമകൾ 2025 ഇറങ്ങി? അത് ലിസ്റ്റ് നോക്കണോ? മറ്റേ ലാലേട്ടൻ്റെ തുടരും പ്രതീക്ഷയുള്ള സിനിമ തന്നെയായിരുന്നു. കാരണം തന്മൂർത്തിയിൽ വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ അത് കണ്ടു കഴിഞ്ഞ സമയത്ത് ഒരു ബീങ് എ ലാലേട്ടൻ ഫാൻ ഓൾസോ ഒരു സിനിമ എന്ന നിലയ്ക്കും ഒരു നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ്, ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ, ഒരുപാട് ഇമോഷൻസ് ഇവോക്ക് ചെയ്ത ഒരു സിനിമ തുടരും തന്നെയാണ് ഫസ്റ്റ് പറയാനുള്ളത്. പിന്നെ ഈ വർഷം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വലിയ ഹിറ്റുകൾ കുറവാണ്. തുടരാണ് ഞാൻ എപ്പോഴും ഓർക്കുന്നത് പെട്ടെന്ന്. ഓക്കെ, എപ്പോഴും ഇങ്ങനെ ഭയങ്കര സീരിയസ് ആണോ? അല്ലല്ല, ഞാൻ കൈൻഡ് ഓഫ് ആംബിവേർട്ട്. അപ്പോൾ എനിക്ക് ഒരു സോണിൽ എനിക്ക് അത് അക്കസ്റ്റം ടൈം വേണം. പെട്ടെന്ന് എനിക്ക് അത് അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഈ ഒരു റിവ്യൂവറിലേക്ക് എത്തിയതിനു ശേഷം സുഹൃത്തുക്കളുടെ എണ്ണം കൂടിയോ ശത്രുക്കളുടെ എണ്ണം കൂടിയോ? ശത്രുക്കളുടെ എണ്ണം കൂടിയത്. പിന്നെ സുഹൃത്തുക്കൾ എനിക്ക് അല്ലെങ്കിൽ അധികം സുഹൃത്തുക്കളില്ല. വളരെ വിരലുണ്ടാകുന്ന സുഹൃത്തുക്കളേ ഉള്ളൂ. അറിയാം, എല്ലാവർക്കും എന്നെ അറിയാം, എനിക്കും പലരെയും അറിയാമെന്നല്ലാതെ മ്യൂച്വൽ കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സുഹൃത്തുബന്ധങ്ങൾ സൂക്ഷിക്കുന്നതാണല്ലേ. കുറച്ച് പേരെ ഞാൻ അങ്ങനെ കോൺടാക്ട് ചെയ്യുന്ന ആൾക്കാരേ ഉള്ളൂ. പിന്നെ ശത്രുക്കൾ സ്വാഭാവികമായിട്ടും കൂടും. ഭീഷണിയൊക്കെ ഉണ്ടോ? ഇഷ്ടംപോലെ. എങ്ങനെ, ഫോണിലാണോ? അത് കമന്റ്സ് ആയിട്ട് വരും, ടെക്സ്റ്റ് മെസ്സേജസ് ആയിട്ട് വരും, ഓഡിയോ മെസ്സേജസ് ആയിട്ട് വരും, കോളായിട്ട് വരും. അപ്പോൾ ഇത് പിന്നെ ഞാൻ യൂസ്ഡ് ആണ്. പിന്നെ ഐ ആം നോട്ട് അവെയർ ഓഫ് ദാറ്റ്. എനിക്ക് അങ്ങനെ അതിനെക്കുറിച്ച് ഞാൻ കൺസേൺ അല്ല. ഹൂ കെയർസ് അല്ലേ? ഹൂ കെയർസ്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണുന്ന ഒരാളായി മാറിയിരിക്കണം. പണ്ട് നമ്മൾ അങ്ങനെയല്ല. അല്ല, ഞാൻ പണ്ട് കാണാറുണ്ട്. ഞാൻ കുട്ടിക്കാലത്തെ കാര്യങ്ങൾ പറഞ്ഞ ഇപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ കൂടെ ആയിരിക്കും മേ ബി പോകുന്നത്. ഓണം സീസൺ അല്ലെങ്കിൽ ഏതെങ്കിലും ഫെസ്റ്റിവൽ സീസൺ വരുമ്പോഴായിരിക്കും അവർ കൊണ്ടുപോകുന്നത്. തിയേറ്ററിൽ പോയി
പോയി ആദ്യം കണ്ട അങ്ങനത്തെ ഒരു സിനിമ ഓർക്കുന്നുണ്ടോ? വൈകായിട്ടുള്ള മെമ്മറീസ് ഉണ്ട്, പക്ഷെ ഞാൻ ക്ലിയർ ആയിട്ട് ഓർക്കുന്നത് ഒരു 6-ാം തമ്പുരാൻ ആ ടൈമിലൊക്കെയാണ് കൃത്യമായിട്ടൊരു ഫുൾ സിനിമ കണ്ടായിട്ട് ഓർക്കുന്നത്. അതിന് മുൻപേ ഞാനിങ്ങനെ ഫ്രാഗ്മെന്റ്സ് ആയിട്ട് അവിടെ ഇവിടെ കണ്ടതായിട്ട് എനിക്കിങ്ങനെ ഓർമ്മയുണ്ട്. വടക്കം വീരകഥ പോലെ സിനിമകൾ ചെറുതായിട്ട് കണ്ടതായിട്ട് ഓർമ്മയുണ്ട്. പിന്നെ ആ സമയത്ത് അങ്ങനെ ഈ പറഞ്ഞ പോലെ സിനിമയ്ക്ക് കൊണ്ടുപോകാറില്ല, കാരണം ഇത് വലിയൊരു ചടങ്ങല്ലേ. പ്രത്യേകിച്ച് അന്നത്തെ കാലത്ത് നമ്മൾ ക്യൂ നിൽക്കണം, ടിക്കറ്റ് കിട്ടണം, പിന്നെ കുട്ടികളെ കൊണ്ടുപോയി അന്ന് AC ഇല്ല, ചൂട്, ഒരു ഭയങ്കര ഒരു പരിപാടിയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇല്ല. 6-ാം തമ്പുരാൻ കാണുന്ന സമയത്ത് എനിക്ക് അത്യാവശ്യം പ്രായമുണ്ട്, പക്ഷേ ഞാൻ 5-ാം ക്ലാസ് 6-ാം ക്ലാസ് പഠിക്കുന്ന സമയമായിരിക്കും. പക്ഷെ എന്നാൽ അതിന് മുൻപ് കണ്ടിട്ടുണ്ട്. പിന്നെ കിരീടം ഒക്കെ ഇറങ്ങിയതിന് ശബ്ദരേഖ ആ സമയത്ത് കേൾക്കാറുണ്ടായിരുന്നു, റേഡിയോയിൽ കാസറ്റ് ഇട്ടും കേൾക്കാറുണ്ടായിരുന്നു. കിരീടമൊക്കെ ഞാൻ കത്തി താഴെയുള്ള സാധനമൊക്കെ ഞാൻ റിപ്പീറ്റഡ്ലി കുറേ വട്ടം കേട്ടിട്ടുള്ളത്. എന്നാലും ഇപ്പോൾ ഉള്ള അശ്വന്ത് കോക്കിന് ആ ഒരു ഉള്ളിലുള്ള ആ ഒരു സിനിമാ മോഹം അത് നമ്മൾ കൂട്ടി എടുക്കുന്നത് തീർച്ചയായിട്ടും സിനിമ കാണുമ്പോൾ തന്നെയാണ്. അപ്പം ആ ഒരു വളർച്ചയെ ഹെൽപ്പ് ചെയ്തത് ഈ പറഞ്ഞ പോലെ ഏതൊക്കെ സിനിമകളായിരുന്നു? ആ സിനിമ കാണാനുള്ള താല്പര്യമുള്ളൂ, അതിൽ കൂടുതൽ താല്പര്യമില്ല. സിനിമയിൽ പ്രവർത്തിക്കുക, സിനിമ ചെയ്യുക, അഭിനയിക്കുക, ഡയറക്റ്റ് ചെയ്യുക, അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നുമില്ല. അങ്ങനെ ഇല്ല. അത് പിന്നെ നമുക്ക് ഉള്ളിൽ നിന്ന് വരണ്ടേ. ഇപ്പം ഞാനൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് തന്നെ ഇപ്പം സിനിമ റിവ്യൂ അല്ലാത്തതായി കഴിഞ്ഞാലും എനിക്ക് ഇഷ്ടം പോലെ കണ്ടന്റ് ഡെയിലി ചെയ്യാം, പക്ഷേ എനിക്കത് ഉള്ളിന്ന് യു ഗോ ഫോർ ഇറ്റ് എന്നുള്ളത് എനിക്ക് വന്നാലേ ചെയ്യുള്ളൂ. അല്ലാതെ എനിക്ക് ഇത്ര $1 കിട്ടുമെന്ന് വെച്ചിട്ട് ടാർഗറ്റ് വെച്ചിട്ട് ഞാൻ വീഡിയോസ് ചെയ്യാറില്ല. അതുപോലെ ഇപ്പം ഡ്യൂറേഷൻ, ഇപ്പം യൂട്യൂബിന് അൽഗോരിതമൊക്കെ അറിയാം, നമുക്ക് 8 മിനിറ്റ് ഡ്യൂറേഷൻ ഉണ്ടെങ്കിൽ ആഡ് അധികം വരും, ആഡ് പോയിന്റ്സ് കൂടും. ചിലത് ഞാൻ പറഞ്ഞു ചിലപ്പോൾ 7 മിനിറ്റിൽ ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും, പിന്നെ 1 മിനിറ്റ് എന്തെങ്കിലും പറഞ്ഞിട്ട് എനിക്ക് എക്സ്ട്രാ $, അങ്ങനത്തെ എൻ്റെ താല്പര്യം. എനിക്ക് എന്താണ് എനിക്ക് പറയാനുള്ളത് പറയാ എന്നുള്ളത്. അല്ലെങ്കിൽ ചില സിനിമകൾ ഞാൻ പിന്നെ കാണാറില്ല, ഇങ്ങോട്ട് ഡിമാൻഡ് ചെയ്താലും കാണാറില്ല. ചില പ്രൊഡ്യൂസേഴ്സും ക്രിയേറ്റേഴ്സൊക്കെ വിളിച്ചിട്ട് പറയും, നിങ്ങൾ നെഗറ്റീവ് പറഞ്ഞോ, ഒരു പ്രശ്നമില്ല, നിങ്ങൾ സിനിമ കാണുക. അപ്പോൾ അവർക്ക് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഇങ്ങനെ സിനിമ ഇറങ്ങിയെന്ന് കുറേ പേര് അറിയും. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ കമൻറ്റ്സ് അങ്ങനെ വരുന്നത്, ഇതേത് സിനിമ, ഇതാരെ സിനിമ, ഇതൊക്കെ എപ്പോഴും ഇറങ്ങി എന്നുള്ള കമൻറ്റ്സ് വരും. അപ്പോൾ പക്ഷേ ഞാൻ കാണൂല, കാരണം എനിക്ക് അത് കാണുന്ന എനിക്ക് തോന്നണില്ല. അപ്പം അങ്ങനെ ബൾക്കായിട്ട് കുറേ എക്സസ് കണ്ടന്റ് ഉണ്ടാക്കുന്ന പരിപാടി എനിക്കില്ല. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞത്, എനിക്ക് അതുപോലെ ഏതെങ്കിലും ഇൻ ഫ്യൂച്ചർ എനിക്കൊരു ഉൾവിളി ഉണ്ടായി കഴിഞ്ഞാൽ, യു ഗോ ഫോർ ഇറ്റ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ചെയ്യും, അല്ലെങ്കിൽ ഐ വിൽ നെവർ. ഇപ്പം ഇതുവരെ അങ്ങനെ പ്ലാൻസ് ഒന്നുമില്ല? ഇല്ലല്ലോ, ഒന്നിലൊരു പ്ലാൻസും ഇല്ല. അങ്ങനെയാണോ ശരിക്കും ലൈഫ്? അങ്ങനെയാണോ? അതെ. ഞാനൊരു കാപ്പിറ്റം ഫിലോസഫി, സീസ് ദ ഡേ, അതായത് ഇന്നത്തെ ദിവസം മാത്രമേ ചിന്തിക്കുന്നു. ഫാൻ ഫൈറ്റ് ക്ലബ് ഉണ്ടായിരുന്നല്ലോ, അവിടെ നിന്നും ഇപ്പോൾ ഒരു റിവ്യൂവറിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇപ്പം നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമുക്കൊരു പേടിയുണ്ട്, ശരിയാവുമോ. ഇപ്പം അശ്വതിനെ സംബന്ധിച്ച് എനിക്കറിയത്തില്ല അങ്ങനത്തെ പേടി ഉണ്ടായിരിക്കുമോ എന്ന് എനിക്കറിയത്തില്ല. എന്നാൽ അവിടെ നിന്നും ഇതിലേക്കുള്ള ഒരു ട്രാവൽ, ഒരു ജേർണി എങ്ങനെയായിരുന്നു? ഏതൊരു പോയിന്റിലാണ് ശരി ഞാനിനി ഒറ്റയ്ക്ക് മതി, ആ ഒരു റിവ്യൂവറായി തുടരാം, എഴുതുമായിരുന്നു, എന്നാൽ ഇപ്പം നമ്മൾ കാണുന്ന ആ ഒരു വളർച്ച എങ്ങനെയായിരുന്നു സംഭവിച്ചത്? അല്ല, ഇതൊക്കെ ലാലയുടെ മറൽ മൊന്നേ ഇതൊക്കെ സംഭവിക്കുന്നില്ല. അതായത് എൻ്റെ കാര്യത്തിൽ എല്ലാം സംഭവിക്കുന്ന ഹാപ്പനിങ്സ് ആണ്, അല്ല ഒന്നും പ്ലാൻഡ് അല്ല. ഇപ്പം FFC തുടങ്ങിയ സമയത്ത്, ഞാൻ ആ ഗ്രൂപ്പ് തുടങ്ങിയ സമയത്ത് ആ ഗ്രൂപ്പിൽ ആരും ഉണ്ടായിരുന്നില്ല, 100 പേര് താഴെ ഉണ്ടായിരുന്നുള്ളൂ. അത് പിന്നെ ഇത്രയും വലിയൊരു പിന്നെ അത്രയും ആളുകളുള്ള മെമ്പേഴ്സുള്ള ഗ്രൂപ്പായി മാറി, ഭയങ്കര കോൺട്രവേഴ്ഷ്യലായി. അപ്പോൾ ആ സമയത്ത് ഞാൻ റിവ്യൂസ് എഴുതുന്നുണ്ട് പാരലായിട്ട്, കാരണം അന്ന് ഞാൻ വീഡിയോസ് അല്ല ചെയ്യുന്നത്, എഴുതിയിടുക ചെയ്യുന്നത് സിനിമ ഗ്രൂപ്പുകളിലും അതുപോലെ പിന്നെ എൻ്റെ വാളിലൊക്കെ എഴുതിയിടും. പിന്നെ ഒരു 2018 ആയപ്പോഴാണ് അന്ന് ഞാൻ യൂട്യൂബിലിട്ട് തുടങ്ങിയിട്ടില്ല, ഞാൻ ഫേസ്ബുക്കിൽ കൂടെ ഒരു പേജ് തുടങ്ങി പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അത് പിന്നെ എൻ്റെ സ്റ്റൈലും ഞാൻ ഇങ്ങനെ പറയുന്ന രീതിയും വളരെ ബ്ലേറ്റൻ്റായിട്ട് ഓപ്പണായിട്ട് പറയുന്നതുകൊണ്ട് ആളുകൾക്ക് കാണാൻ താല്പര്യം തോന്നിയത് കൊണ്ട് കുറേ ഷെയറും കുറേ കമൻറ്റ്സൊക്കെ വന്ന് എൻഗേജിങ് ആയിരുന്നു പേജ്. അപ്പോൾ ആ സമയത്ത് പാരലായിട്ട് FFC ഉണ്ട്. പിന്നെ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ FFC പൂട്ടി, ഞാൻ റിവ്യൂ പരിപാടി തുടർന്നു. പിന്നെ ഒരു ചാനൽ നേരത്തെ ഉണ്ടായിരുന്നു, അത് പിന്നെ ടെക്നിക്കൽ ഇഷ്യൂ കൊണ്ട് പൂട്ടിപ്പോയതാണ്. പിന്നെ രണ്ടാമത് ചാനൽ തുടങ്ങി, യൂട്യൂബ് തുടങ്ങി. പെട്ടെന്ന് നമ്മുടെ മരക്കാറ്, ഞാനായിട്ട് മരക്കാറ് ഇറങ്ങിയ സമയത്ത് അൺഎക്സ്പെക്റ്റഡ്ലി പെട്ടെന്ന് വ്യൂസ് കയറി. അങ്ങനെ എന്നെ അറിയാത്ത ആളുകളുണ്ടല്ലോ കുറേ, അപ്പോൾ FFC ഫേസ്ബുക്കൊന്നും അല്ലാതെ വേറെ സാധാരണ മനുഷ്യന്മാരുണ്ടല്ലോ പുറത്തുള്ള, അവർ പിന്നെ അൺഎക്സ്പെക്റ്റഡ്ലി റിവ്യൂ കണ്ടു മരക്കാറുണ്ട്. അപ്പോൾ ഇത് പരിപാടി കൊള്ളാലോ, ഇവനാൾ കൊള്ളാലോ എന്ന് തോന്നിയിട്ട് കുറേ പേര് അങ്ങ് ഫോളോ ചെയ്തു, ചാനൽ ഫോളോ ചെയ്തു, സബ്സ്ക്രൈബ് ചെയ്തു. അങ്ങനെ പിന്നീട് അതിനുശേഷം ഇടുന്ന ഇതിന് സ്റ്റഡി ആയിട്ട് വ്യൂസ് വന്നു, സബ്സ്ക്രൈബേഴ്സ് കൂടി അങ്ങനെ ടിൽ ഡേറ്റിംഗ് ഇന്ന് വരെ അതങ്ങനെ ഒരു നാച്ചുറലായിട്ട് ഓർഗാനിക്കായിട്ട് സംഭവിച്ച. ഈ ഒരു ക്വസ്റ്റ്യൻ മേ ബി എല്ലാവരും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, നാളെ ഒരു സിനിമ റിലീസ് ആവുകയാണ്, ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ ആയിരിക്കും കാണുന്നത്. അപ്പോൾ ദാറ്റ് ഡേ അശ്വന്ത് കോക്കിൻ്റെ ലൈഫിൽ എങ്ങനെയായിരിക്കും?
രാവിലെ മുതലുള്ള ദിവസം? കാരണം സിനിമ കാണുന്നു, എഴുന്നേക്കുന്നു, വീഡിയോ ഇടുന്നു, അതെങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ ചോദിക്കുന്ന പോലെ ആ ദിവസം എങ്ങനെയാണ് ഈ റിവ്യൂവിന്റെ ജീവിതം? അതായത് വലിയ സിനിമകൾ ഉണ്ടാവുമല്ലോ, ഇപ്പോൾ മലയാളത്തിലുള്ള ലാലേട്ടൻ സിനിമകൾ അല്ലെങ്കിൽ മമ്മൂക്ക സിനിമകൾ അല്ലെങ്കിൽ ഹ്യൂജ് ഹൈപ്പുള്ള സിനിമകൾ, പിന്നെ അന്യഭാഷാ സിനിമകൾ ഓഫ് കോഴ്സ് വലിയ സിനിമകൾ വരും. ഞാൻ ആ സമയത്ത് ഞാൻ കൺസേൺഡാണ്. കാരണം ഇത് രാവിലെ എഴുന്നേറ്റ് പോകണം, പിന്നെ ടൈംലി ആയിട്ട് റിവ്യൂ ചെയ്യണം. കാരണം ആൾക്കാർ വെയിറ്റിംഗ് ആയിരിക്കും. എനിക്ക് നിരന്തരം കമൻസും ആൾക്കാർ റിവ്യൂ വരുന്ന വെയിറ്റ് നിൽക്കും. ഇപ്പോൾ പുഷ്പയൊക്കെ അങ്ങനെ വെയിറ്റ് നിന്നു. പക്ഷെ ചില സമയത്ത് ചില ദിവസം തലേദിവസം അടിച്ചിട്ട് ഓവറായി കഴിഞ്ഞാൽ ചിലപ്പം രാവിലെ എണീക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അത് നമ്മൾ ഓഫായി പോകും. അത് അടിക്കാതിരുന്നോടെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അടിക്കേണ്ടി വരും. അങ്ങനെ പുഷ്പയ്ക്ക് സംഭവിച്ചത് ഞാൻ പറയാം. പുഷ്പയ്ക്ക് സംഭവിച്ചത് ഒന്നാമത് ഈ 4 മണിക്ക് ഫാൻ ഷോ വരുന്നത്. അപ്പം ഞാൻ ബേസിക്കലി ഒരു നൈറ്റ് പേഴ്സണാണ്. അപ്പോൾ 4 മണിക്ക് നമ്മൾ ഷോ കാണാൻ പോകണേ 3 മണിക്ക് എഴുന്നേൽക്കണം. ഞാൻ ഉറങ്ങാൻ നോക്കുമ്പോൾ 2:30 ആയിട്ടുണ്ടാവും. പിന്നെ അരമണിക്കൂർ ഉറങ്ങിയിട്ട് കാര്യമില്ല, ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഓവർ നൈറ്റ് കംപ്ലീറ്റ്ലി സ്ലീപ്പായിട്ട് നേരെ പോയി കാണുന്നു. അപ്പോൾ ചില സമയം ഉറക്കം വരും, മനുഷ്യനല്ലേ. അപ്പോൾ മാക്സിമം ട്രൈ ചെയ്യും, പക്ഷെ എന്നാലും ഉറക്കം വരും. പുഷ്പയ്ക്ക് ഞാൻ ഉറങ്ങിപ്പോയി, സിനിമ കണ്ടോണ്ട് ഉറങ്ങിപ്പോയി. ഒരു 10 പിന്നെ ഞാൻ ഇൻ്റർവെല്ലായപ്പോൾ എഴുന്നേറ്റ് വീണ്ടും ഞാൻ ഉറങ്ങിപ്പോയി. അങ്ങനെ ഉറങ്ങിപ്പോയി സിനിമയുടെ റിവ്യൂ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആൾക്കാർ ഞാൻ സാരി എടുത്ത് വരുന്നൊക്കെ എക്സ്പെക്ട് ചെയ്ത് നിൽക്കുന്നു. അങ്ങനെ ഞാൻ 4 മണിയുടെ ഷോ കഴിഞ്ഞ് 7 മണി കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോൾ അടുത്ത ഷോ 10 മണി 11 മണിക്ക് സമയത്തുള്ളൂ. എന്നിട്ട് അതിനെ വീണ്ടും കയറി വീണ്ടും ഇറങ്ങി വീണ്ടും അങ്ങനെ വൈകിട്ടായി പോയി. അപ്പോൾ ഇതായി വലിയ സിനിമകൾക്ക് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇപ്പം ഞാൻ എപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർക്കും പ്രശ്നമില്ല, എനിക്കും പ്രശ്നമില്ല. എൻ്റെ റീച്ച് സെയിമാണ്. എനിക്കങ്ങനെ ആ കാര്യത്തിൽ കോമ്പറ്റീഷൻ ഒന്നുമില്ല. മറ്റെന്താണെന്ന് വെച്ചാൽ രാവിലെ ഇടുക എന്നുള്ളതാണ്. ഐ മീൻ രാവിലെ പോയി കാണുന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇത് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഈ 10 മണി ഷോ പ്രശ്നമില്ല. അത് നമ്മളിപ്പോൾ ഒരു 4 മണിക്ക് ഉറങ്ങിയാലും 5 മണിക്ക് ഉറങ്ങിയാലും നമുക്ക് സമയമുണ്ട്. ഈ 4 മണി ഷോ 5 മണി ഷോ വരുന്ന സിനിമകൾ വരുമ്പോഴാണ് ഈ ഒരു ക്രൈസിസ് വരുന്നത്. എങ്ങനെയാണ് ഇത് ഓർത്ത് വെക്കുന്നത്? ലൈക്ക് ഇപ്പം നമുക്ക് ഡയറക്ടറിന്റെ പേര് ഓർമ്മയാണ്, ആക്ടേഴ്സിന്റെ പേര് ഓർമ്മയാണ്, മ്യൂസിക് ഡയറക്ടർ, സ്ക്രീൻ പ്ലേ, എന്തോ ആയിക്കോട്ടെ. ബാക്കി ബിഹൈൻഡ് ദ ക്യാമറ ഉള്ള ഒത്തിരി പേരുടെ പേര് അശ്വന്ത് റിവ്യൂസിൽ എടുത്ത് പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ എപ്പോഴാണ് തുടങ്ങുന്നത്? ഈ സിനിമ കാണുമ്പോൾ മുതലാണോ അതോ അതിന് മുന്നേ തന്നെ ഈ ഒരു ട്രെയിലറൊക്കെ വരുമ്പോൾ തന്നെ ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കാറുണ്ടോ? എങ്ങനെയാണ് അത് സംഭവം? ഈ സ്പോണ്ടേനിയസ് ആയിട്ട് എങ്ങനെ പറയാൻ പറ്റുന്നത്? എനിക്കും കൂടെ ഒരു ഐഡിയ, ഒരു ചെറിയ ടിപ്പ്. അതെ, എൻ്റെ ഒരു ഓപ്പറേഷൻ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പം ദൃശ്യത്തിൽ പറയുന്നില്ലേ, അതായത് സിനിമയാണ്, വിഷ്വൽസ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ മെമ്മറിയിൽ അവിടെ കൺസീവ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമുക്ക് മറക്കൂല. സിനിമ കണ്ടു കഴിഞ്ഞാൽ സംഭവമായിട്ട് നമ്മൾ പണ്ട് കണ്ട സിനിമ വരെ നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഞാൻ തന്നെ ഒരു ദിവസം കണ്ടിന്യൂസ് ആയിട്ട് 2 സിനിമ കണ്ടിട്ട് 2 റിവ്യൂ ഒരുമിച്ച് ചെയ്യാറൊക്കെ ഉണ്ട്. അപ്പോൾ സിനിമയുടെ ആ ഒരു നമ്മൾ കയറി ഇരുന്ന് സ്ക്രീനിൽ ഇത് വന്ന് മുതൽ ഇറങ്ങുന്ന വരെയുള്ള സംഭവം അത് നാച്ചുറലി ഓട്ടോമാറ്റിക്കലി മെമ്മറൈസ് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ നിങ്ങൾ ചോദിച്ചു ഈ ടെക്നീഷ്യൻസിന്റെ, അത് ഞാൻ അതിന് ശേഷം നോക്കുന്ന ഇവർ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. പിന്നെ വലിയ സിനിമയാണെങ്കിൽ ഓൾറെഡി നമുക്കറിയാം ഇന്നാളെ സിനിമയാണ്, മ്യൂസിക് ഡയറക്ടർ എന്നാളാണ്, ടെക്നീഷ്യൻസ് ആരാണ്. അല്ലാതെ ഈ മിഡ് സിനിമകളാകുന്ന സമയത്ത് നമുക്ക് പരിചയമുള്ള ആളുകൾ തന്നെ ആയിരിക്കും, പക്ഷെ ഇന്നാളെ ചെയ്യുന്നത് ഓൾറെഡി നമുക്കറിയില്ല. അപ്പോൾ സിനിമ കഴിഞ്ഞിട്ട് യൂട്യൂബിൽ ട്രെയിലറിൻ്റെതായ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. അതിൽ അവർ കാസ്റ്റ് ഉൾപ്പെടെ, ചില സിനിമകൾ കാസ്റ്റ് കൊടുക്കില്ല, പക്ഷേ ടെക്നീഷ്യൻസ് മസ്റ്റായിട്ട് കൊടുത്തിരിക്കും. പിന്നെ BMS ബുക്ക് മൈ ഷോയിലും കൊടുത്തിട്ടുണ്ട്, പക്ഷേ ബുക്ക് മൈ ഷോ വിശ്വസിക്കാൻ പറ്റില്ല. ഇഷ്ടംപോലെ തെറ്റ് വരാറുണ്ട്. കാരണം മ്യൂസിക് ഡയറക്ടർ മാറി കൊടുത്തിട്ടുണ്ടാവും, പേര് മാറി കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ യൂട്യൂബിൽ അവർ തന്നെ ഇടുന്നത് ഒഫീഷ്യൽ ട്രെയിലറിനകത്ത് വരുന്നത്. പിന്നെ ഞാൻ ട്രെയിലേഴ്സ് അധികം കാണാറില്ല, കാരണം മടിയാണ് ട്രെയിലർ, ഇത് കാണാൻ താല്പര്യമില്ല. ഞാൻ വലിയ സിനിമകൾ കാണും. ലൊക്കേഷനൊക്കെ പടം വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ട്രെയിലർ വന്നെന്ന് ഡിസ്കഷൻസ് ഉണ്ടാവുമല്ലോ, ട്രെയിലർ ഞെട്ടിച്ചു എന്നെല്ലാം പറഞ്ഞിട്ട്, അപ്പോൾ പോയി കാണാം. അല്ലാതെ ഞാൻ സിനിമ കണ്ടതിന് ശേഷം ട്രെയിലർ കാണാറില്ല. ചില ഡയലോഗ്സ് ഒക്കെ ഞാൻ നോട്ട് ചെയ്ത് വെക്കും. ഡയലോഗ്സ് നമ്മൾ പറഞ്ഞ ഡയലോഗ് മാറ്റി പറയാം, അത് കോട്ട് ആൻഡ് കോട്ടല്ലേ. അപ്പോൾ ഒരു ക്യാരക്ടർ പറഞ്ഞ അങ്ങനെ തന്നെ പറയണ്ടേ? അല്ല, അത് ഞാൻ നോട്ട് ചെയ്യും. എങ്ങനെയാ? അത് എൻ്റെ ഫോണില്ലേ, അപ്പൊ തന്നെ നോട്ട് ചെയ്ത് വെക്കും. അത് സിമ്പിൾ അല്ലേ, ജസ്റ്റ് ഒന്ന് അത് സിനിമയുടെ ഫുൾ ഡയലോഗ് അല്ല ഞാൻ പറയുന്നത്. ഇപ്പം എനിക്ക് ഈ ഡയലോഗ് റിപ്പീറ്റ് ചെയ്യണം എൻ്റെ. അത് മിക്കപ്പോഴും മോശം സിനിമകൾക്ക് വരുന്നത്, റോസ്റ്റ് ചെയ്യാനുള്ളത് ചെയ്യുന്നതല്ല. നല്ല ഡയലോഗ്സ് ഗംഭീര സിനിമയാണെങ്കിൽ, സത്യം പറയുകയാണെങ്കിൽ നല്ല സിനിമയാണെങ്കിൽ പറയാൻ ഭയങ്കര ഈസിയാണ്. കാരണം എനിക്ക് ഡൈജസ്റ്റ് ആവാത്ത, എനിക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ തോന്നുന്ന സിനിമയാണെങ്കിൽ അത് എന്തുകൊണ്ട് ആണ് എനിക്ക് തോന്നാത്തതുള്ളത് ഞാനത് കൺവിൻസ് ചെയ്യണമല്ലോ കാണുന്ന ആളുകളെയും. എനിക്ക് തന്നെ അത് ബോധ്യപ്പെടുത്തേണ്ടതുള്ളതുകൊണ്ട് കുറച്ച് പാടാണ്. അല്ലാതെ വേറെ ടെക്നീഷ്യൻസ് ഓൾറെഡി അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സിനിമ നമ്മൾ മെമ്മറൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ ചില ഡയലോഗ്സ് മാത്രമേ ഞാൻ ചിലപ്പം, അത് എല്ലാ സിനിമയ്ക്ക് ആവശ്യമില്ല, നോട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചിട്ട് നമ്മൾ ക്യാമറ ഓൺ ആക്കിയിട്ട് സംസാരിക്കുമ്പം എന്താണോ പറയാം, അത് ചിലത് ഞാൻ മനസ്സിൽ പോലും വിചാരിച്ച കാര്യം ചിലപ്പം അങ്ങ് പറഞ്ഞു പോകും. ചിലത് പറഞ്ഞത് ഞാൻ
എഡിറ്റ് ചെയ്ത് ഒഴിവാക്കാറുണ്ട്. പക്ഷേ എത്രയ്ക്ക് വേണമെന്ന് വിചാരിച്ചിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഒഴിവാക്കിയിട്ട് പറയുന്നതാണ് ഇത്രയും ഭയങ്കര ബ്രൂട്ടലാണ് ആൾക്കാർ പറയുന്നത്. അപ്പം ഞാൻ അൺകട്ട് സാധനം കണ്ടിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് ഞാൻ തന്നെ എൻ്റെ BTS ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് ഞാൻ തന്നെ തെറിയൊക്കെ പറയുന്ന ഇടയ്ക്ക് എന്നിട്ട് പക്ഷേ നമുക്ക് പുറലോകം അറിയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ അതിൻ്റെ റിഫൈൻഡ് വേർഷൻ്റെ ആൾക്കാർ കാണുന്നത്. എൻ്റെ എനിക്ക് പ്രത്യേക ഫോമാറ്റില്ല. അല്ല, ഞാൻ കണ്ട സിനിമയുടെ മെറിറ്റ് അനുസരിച്ച് ഞാൻ പറയുന്നത്. അപ്പോൾ സിനിമ കണ്ടു കഴിയുമ്പോഴത്തെ എനിക്ക് ഏകദേശം രൂപം കിട്ടും ഇത് ഇങ്ങനെയാണ് പറയേണ്ടതെന്നുള്ളത്. അല്ലാതെ എനിക്ക് സ്ഥിരം ഫോർമാറ്റ് ആണെങ്കിൽ എല്ലാ സിനിമയും നമ്മൾ ഒരേപോലെ പറയേണ്ടി വരും. ചിലത് ഞാൻ ടെക്നീഷ്യൻസിന് ആദ്യം പറയാറില്ല, ഇടയ്ക്ക് പറഞ്ഞിട്ട് പോകും. അല്ലെങ്കിൽ സാധാ സിനിമയാണ് ആദ്യം പറയും. ചിലത് ഇമോഷൻസ് പിടിച്ചാൽ പറയുന്നത്. എനിക്കുണ്ടായ ഒരു ഫീലിങ്സിനാണ്, ഇമോഷൻസിനാണ് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അശ്വന്തിൻ്റെതായിട്ടുള്ള കുറെ അശ്വന്ത് തിങ്സ് ഉണ്ട്. കങ്കുവാ തനിക്ക് എന്തുവാ തുടങ്ങിയ അതൊന്ന് പറയാമോ? കങ്കുവൻ്റെ കങ്കുവാ തനിക്ക് എന്തുവാ ഇതൊക്കെ എവിടെന്നാ? ഇതൊക്കെ നേരത്തെ പ്ലാൻ ചെയ്യണല്ലേ? അല്ല, അത് സിനിമ കണ്ടു കഴിയുമ്പോൾ, അതായത് സിനിമ കാണുമ്പോൾ, അതായത് സാധാരണ ഒരാൾ സിനിമ കാണുമ്പോൾ ആയിരിക്കില്ല ഒരു റിവ്യൂ സിനിമ കാണുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാവരും അങ്ങനെ എനിക്കറിയില്ല. മിനിമം ഒരു 2 ലെയർ വെച്ചിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ആൾക്കാർ എന്നെ തെറി പറയും, നീയല്ലേ സിനിമ കാണാൻ പോകുന്നത്, ഇത് ഇങ്ങനെ ശരിയാക്കുന്ന വെച്ചിട്ടല്ലേ. സാധാരണ മനുഷ്യന്മാർ സിനിമ കാണാൻ പോകുന്നത് അത് ആസ്വദിക്കുക, വെറുതെ ഇരിക്കുക വരിക എന്നുള്ള 2 ലെയർ എന്തായാലും അറ്റ് എ ടൈം ഓടണം. അത് മറ്റുള്ള റിവ്യൂസിന് പറഞ്ഞാൽ മനസ്സിലാവും. അതായത് ഒന്ന് നമ്മൾ കാണുന്ന സിനിമ, 2 അതിൻ്റെ ഒരു റീഡിങ്ങും കൂടെ നമ്മൾ അതിൻ്റെ കൂടെ പോകണം. ഒരു ക്രിട്ടിക്കൽ റീഡിങ്. ഇപ്പോൾ ഒരു സീന് കാണുന്ന സമയത്ത് ആ സീന് മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, ആ സീനിൽ എന്തൊക്കെ നല്ലതുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ അവിടെ കുഴപ്പം വന്നിട്ടുണ്ട് ഇങ്ങനെ നോക്കി. ഇപ്പം ഡയലോഗ്സ് ആണെങ്കിലും അപ്പോൾ ഇങ്ങനെ കങ്കുവ പറയുമ്പം നമുക്ക് തന്നെ വരും, എന്തുവാ അത് കാണിക്കുന്നുള്ള സാധനം വരൂലേ. അപ്പോൾ നമ്മൾ കങ്കുവ എന്തുവാന്ന് പറഞ്ഞിട്ട് അങ്ങ് ഫോം ചെയ്യപ്പെടുന്നു. അങ്ങനെയാണ് കുറേ വാക്കുകൾ. പിന്നെ കുറേ ഓൾറെഡി ഉള്ളത് തന്നെ ഞാൻ പറയുന്നുണ്ട്. എല്ലാം ഞാൻ കണ്ടുപിടിച്ചതൊന്നുമല്ല. ഓൾറെഡി സോഷ്യൽ മീഡിയയിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ യൂസേജസ് ഉണ്ട്. അത് പലത് FFC മുതൽ വന്നിട്ടുള്ള യൂസേജസ് ആണ്. അത് എനിക്ക് പറ്റാവുന്ന സ്ഥലത്ത് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഇന്റർവ്യൂവിന് വരുന്നതിന് മുന്നേ തന്നെ നമ്മളിങ്ങനെ കാണുമായിരുന്നു റിവ്യൂസ് ഇങ്ങനെ. അപ്പം അതിൽ കങ്കുവായുടെ ടൈമില് ഇട്ടേക്കുന്ന ചകട്ടിയാണല്ലേ നമ്മുടെ മാറ്റ് അല്ലേ? എവിടെന്നാ ഈ കോസ്റ്റ്യൂംസിന്റെ ഐഡിയ? എങ്ങനെയാ? ശരി, ഇന്ന സിനിമയ്ക്ക് ഞാൻ ഇന്ന പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യേണ്ടത്. ഇന്നലെ ഓടും കുതിര ചാടും കുതിര ഞാൻ മിനിമം ഒരു കുതിര പ്രതീക്ഷിച്ചു, തലപ്പാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യത്തെ വീഡിയോസിൽ ഒന്നും തന്നെ ഇങ്ങനത്തെ പ്രോപ്പർട്ടി ആയിട്ട് അല്ലെങ്കിൽ ഒരു മേക്ക് ഓവർ, ഒരു ഗെറ്റപ്പ് ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് അതിലേക്ക് വന്നത്. എങ്ങനെയാണ് ഈ പ്രോപ്പർട്ടി ചൂസ് ചെയ്യുന്നത്? ഇത് ആക്ച്വലി അങ്ങനെ ഇതും പറഞ്ഞ പോലെ തന്നെ പ്ലാൻഡ് ആയിട്ട് വന്ന സംഭവമല്ല. ഞാൻ ആദ്യമായിട്ട് എനിക്ക് കൃത്യമായിട്ട് ഹെയർ സ്റ്റൈൽസൊന്നും ഫോളോ ചെയ്യുന്ന ആളല്ലേ ഞാൻ. അതിനെക്കുറിച്ച് അത്ര കൺസേൺ അല്ല. അപ്പോൾ ആ സമയത്ത് എനിക്ക് മുടി കുറവായിരുന്നു. ആ സമയത്ത് സ്കൂൾ വർക്ക് ചെയ്യുന്നതിന് മുടി കുറവായിരുന്നു. അപ്പോൾ പൃഥ്വിരാജിൻ്റെ കാപ്പ ഷാജി കൈലാസ് ഇറങ്ങിയ സമയത്ത് ഏകദേശം അതേ ഒരു മുടിയും താടിയായിരുന്നു. അത് ആക്സിഡൻ്റ് സംഭവിച്ചാൽ. അപ്പോൾ ആ സമയത്ത് പൃഥ്വിരാജ് അതിലൊരു കറുത്ത ഒരു കരി കൊണ്ട് വരച്ച ഒരു ഇതുണ്ട്, കുറി പോലെ സാധനം. അപ്പോൾ എനിക്ക് വെറുതെ ഒരു കൗതുകം തോന്നി ഞാൻ വരച്ച്. ഏകദേശം ഇരുന്നപ്പോൾ എനിക്കൊരു അതിൽ പൃഥ്വിരാജിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നി ഇത് കൊള്ളാല പരിപാടി, എനിക്ക് ഒരു രസമായിട്ട് തോന്നി. അങ്ങനെ പിന്നെ ഇത് ഒരു ബ്രേക്ക് ആവുന്നത് എവിടെ വെച്ച് കഴിഞ്ഞാൽ വിജയുടെ ഒരു പടം ഇറങ്ങിയായിരുന്നു, വാരിസ് ഇറങ്ങിയ സമയത്ത് വിജയുടെ സ്ഥിരം കോസ്റ്റ്യൂം അറിയാം. ഉള്ളിൽ ടീഷർട്ട്, ഒരു ബനിയൻ, ഒരു കോട്ടല്ല, ഒരു ഷർട്ട് മുകളിൽ. അത് പണ്ട് മുതലേ ആ പുള്ളി അതാണ്. അപ്പം ഞാൻ എൻ്റെ അടുത്ത് അതേപോലത്തെ ഒരു ചെക്ക് ഷർട്ട് ഉണ്ടായിരുന്നു. ഉള്ളിൽ ബനിയൻ ഇട്ടു, ഇതിട്ടു. പിന്നെ അതിൽ വിജയ് ബബിൾ എറിയുന്നുണ്ട്. അത് എല്ലാ പടത്തിലും എറിയുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നത് ബബിൾ ഇങ്ങനെ എറിഞ്ഞ് ഇങ്ങനെ വിജയുടെ അടുത്തൊക്കെ പിടിച്ച്. അപ്പോൾ ആളുകൾക്ക് കൂടുതൽ അത് രസമായി തോന്നി. കാരണം അങ്ങനെ സാധാരണ ചെയ്യുന്നില്ലല്ലോ. അപ്പം വിജയുടെ സിനിമയ്ക്ക് വിജയുടെ ഒരു മാനറിസംസും കോസ്റ്റ്യൂമൊക്കെ പിടിച്ച് ചെയ്ത് അപ്പോൾ എനിക്കിത് തോന്നി ആളുകൾ ഇതിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് നമുക്ക് തുടരാൻ തോന്നുമല്ലോ. അങ്ങനെ അന്ന് തന്നെയാണ് അജിത്തിന്റെ തുനി പറഞ്ഞത്. അപ്പൊ തല എന്ന് പറഞ്ഞാല് സോൾട്ട് ആൻഡ് പെപ്പർ ആണല്ലോ. അപ്പൊ ഞാൻ കുറച്ച് പൗഡറൊക്കെ എടുത്ത് തലയിലിട്ട് അങ്ങനെ താടിയിൽ പൗഡർ ഇട്ട് അവിടെ എങ്കപ്പ എന്നെല്ലാം പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പൊ അത് രണ്ട് ഭയങ്കര കോൺട്രാസ്റ്റ് ആയി. രാവിലെ വിജയ് ഫാൻസ് ഇത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇതായി നിൽക്കുമായിരുന്നു. അപ്പൊ അജിത്തിന് അതിന്റെ മുകളിൽ കൊടുത്തപ്പോൾ ഭയങ്കര അന്ന് മുതലാണ് സംഭവം ശരിയായത്. പിന്നെ അത് ഗ്രാജുവലി ഇത് കുറച്ചും കൂടെ ഞാൻ വാടകയൊക്കെ എടുത്തിട്ടൊക്കെ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഇതൊരിക്കലും മുൻകൂട്ടി തീരുമാനിക്കുന്നില്ല. അപ്പം പടം മോശമാണെങ്കിൽ മാത്രമേ അതിൽ ഒരു ഇമ്പാക്റ്റ് ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ ത്രൂ ഔട്ട് കോസ്റ്റ്യൂം അങ്ങനെ ഇടാറില്ല. ചിലപ്പോൾ ഒരു ഗ്ലിംസ് പോലെയൊക്കെ കാണിച്ചു പോകും. ലാസ്റ്റ് ഇപ്പോൾ പ്രമേയമൊക്കെ അവസാനം ഞാൻ തനിക്കണത് പോകാൻ അനുവാദമില്ല എന്നെല്ലാം പറഞ്ഞിട്ട് അവസാനം ഞാൻ ഒരു ഗെറ്റപ്പിൽ വന്നിരുന്നു. പക്ഷേ അല്ലാതെ ഞാനും മിക്കവും പടം പൊളിയുന്ന സമയത്ത് ഞാൻ കോസ്റ്റ്യൂംസ് ആദ്യം എടുക്കാറില്ല. കാരണം വെറുതെ നമ്മളിതിൻ്റെ വാടക കളയണ്ടല്ലോ. ഞാൻ അതിന് ശേഷം എനിക്ക് പടം കാണുമ്പോൾ മനസ്സിലാവും
ചിലത് കാണുമ്പോൾ ഞാൻ നോട്ട് ചെയ്യാം. അപ്പോൾ കണ്ണപ്പൻ്റെ ഒക്കെ എനിക്ക് ഏകദേശം അറിയാം കണ്ണപ്പ ഇങ്ങനെയൊക്കെ ആയിരിക്കും വരിക എന്നുള്ളത്. അപ്പോൾ കണ്ണപ്പയ്ക്ക് കോസ്റ്റ്യൂം എടുക്കേണ്ടി വരും എന്ന് വിചാരിച്ചു. പക്ഷേ ആദ്യം എടുത്തിട്ടില്ല, പടം കഴിഞ്ഞതിന് ശേഷം. പിന്നെ ചില കോസ്റ്റ്യൂംസ് നമുക്ക് അവൈലബിൾ ആവില്ല, അപ്പോൾ നമ്മളിത് ഉണ്ടാക്കിയെടുക്കേണ്ടി വരും. പിന്നെ എനിക്ക് പെർഫെക്ഷൻ ആവശ്യമില്ല, എനിക്ക് അതിൻ്റെ ഒരു ഇമിറ്റേഷൻ മതി. അപ്പോൾ സ്വാഭാവികമായിട്ടും പെർഫെക്ഷൻ ആയി കഴിഞ്ഞാൽ പോയി. ഇത് കുറച്ചൊരു വിയേർഡായിട്ട് നിൽക്കുമ്പോഴാണ് ആളുകൾക്ക് താല്പര്യം. നേരത്തെ ചവിട്ടിയുടെ കാര്യം പറഞ്ഞില്ലേ, അത് അതിൽ സൂര്യയുടെ മറ്റേ വൂളൻ മറ്റേ സ്വെറ്ററൊന്നും നമുക്ക് കിട്ടും, വാൻ പൈസയാണ്, അത് നമുക്ക് വാങ്ങിക്കാനും പറ്റില്ലല്ലോ. ശരിക്കും സിനിമയിൽ സുഹൃത്തുക്കളുണ്ടോ? ഒരു റിവ്യൂവറിന് അങ്ങനെ സുഹൃത്തുക്കൾ ഉണ്ടാവരുതെന്നില്ല, എന്നാലും ഉണ്ടായാൽ അതൊരു ബാധ്യതയായിട്ട് തോന്നുന്നുണ്ടോ? അതുകൊണ്ട് ഞാൻ അങ്ങനെ പിന്നെ ഒരു പരിധിയിൽ കൂടുതൽ ഞാൻ കമ്മ്യൂണിക്കേഷൻ വെക്കാറില്ല. അങ്ങനെ സുഹൃത്തുക്കൾ ഞാൻ തുടക്കത്തിലേ പറഞ്ഞില്ല, എനിക്ക് വിരൽ എണ്ണാവുന്ന സുഹൃത്തുക്കളേ ഉള്ളൂ, അതൊന്നും സിനിമയിലുള്ള ആളുകളൊന്നുമല്ല. ഓക്കെ, നേരത്തെ കോസ്റ്റ്യൂമിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തുടരും സിനിമ സാധാരണ സ്റ്റുഡിയോയിൽ നിന്നാണ് അശ്വന്തിൻ്റെ വീഡിയോസ് പലതും നമ്മൾ കണ്ടിട്ടുള്ളത്. വൈ ഇൻസൈഡ് ദാറ്റ് കാർ? തുടരേണ്ട കേസ് ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഫ്ലാറ്റിൻ്റെ മുകളിലത്തെ ഫ്ലാറ്റ് റെനോവേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ മറ്റേ ടൈൽസ് ഫ്ലോറിൻ്റെ പണി, ഡ്രില്ലിങ്, വയറിങ്, ഭയങ്കര സൗണ്ടാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സൗണ്ടിൽ ചെയ്യാൻ പറ്റില്ല. ഇല്ലെങ്കിൽ അങ്ങനെ സമയത്ത് ഞാൻ എന്ത് ചെയ്യണം, ഞാൻ ഹോട്ടലിൽ റൂം എടുത്ത് ചെയ്യുന്നത്. കാരണം അവരാദ്യം വന്ന് പെർമിഷൻ വാങ്ങിച്ചു, കുറച്ച് കാലം പണിയുണ്ടാവും പറഞ്ഞാൽ. അപ്പോൾ ആർക്ക് തന്നെ അറിയില്ല, ഞാൻ വീഡിയോ ചെയ്യുന്നു അറിയില്ല. ഓൾറെഡി നമ്മൾ ഓക്കെ പറഞ്ഞതാണ്. പിന്നെ പോയിട്ട് പണി നിർത്തി എനിക്ക് വീഡിയോ ചെയ്യണമെന്ന് പറയാൻ പറ്റുമല്ലോ. അങ്ങനെ തുടരും ഞാൻ കണ്ടപ്പോൾ എനിക്ക് 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ റൂം എടുക്കുക, ഹോട്ടൽ റൂം എടുക്കുക, ഇല്ലെങ്കിൽ വണ്ടി എന്ന് പറയാം. അപ്പോൾ ഇതെനിക്ക് തുടരും കണ്ട എക്സൈറ്റ്മെൻറ്റിൽ എനിക്ക് ഹോട്ടലിൽ പോയി ചെക്ക് ഇൻ ചെയ്ത് അവിടെ പോയി ഇത് പറഞ്ഞ് അതിന് അങ്ങനെ ഒരു മൂഡായിരുന്നില്ല. അപ്പം ഞാനെന്താ വെച്ചാൽ ഫ്ലാറ്റിന് താഴെയുള്ള പാർക്കിങ്ങിൽ ഇരുന്നിട്ട് കയ്യിൽ ഫോൺ പിടിച്ചിട്ട് പിന്നെ തുടരും. ഞാൻ പറഞ്ഞു, ഈ എക്സൈറ്റ്മെൻറ്റ് പറയുന്ന സിനിമ എളുപ്പമാണ് പറയാം, അതിൽ നമ്മൾ കൂടുതൽ ഡീറ്റെയിലിങ്ങിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഇമോഷൻ അങ്ങ് പറഞ്ഞാൽ മതി, ഒറ്റ സ്ട്രെച്ച് പറയാം, കട്ട് പോലെ ആവശ്യമില്ല. തുടരനൊന്നും കട്ടില്ല, ഒറ്റ സ്ട്രെച്ച് പറഞ്ഞാൽ. ഇത് കിട്ടുമ്പോൾ കൊമൻസ് ഞാൻ നോക്കുമ്പോൾ, അതായത് എനിക്ക് തുടരും കണ്ട എക്സൈറ്റ്മെന്റ് കൊണ്ട് വീട്ടിലെത്താൻ പോലെ ഞാൻ തിയേറ്ററിന്റെ താഴെ നിന്ന് റിവ്യൂ കിട്ടുന്നത്, തിയേറ്ററിന്റെ പാർക്കിംഗ് എത്തുന്ന ആൾക്കാർ വിചാരിക്കുന്നത്. അപ്പം ഞാനിത് എനിക്കൊന്നും പറയാനുള്ള സ്പേസ് ഇല്ല, കാരണം ആൾക്കും ഞാൻ മറുപടി കൊടുക്കും, ഞാനവിടെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ആൾക്കാർ അങ്ങനെ വിശ്വസിച്ചു, അത് ആൾക്കാർക്ക് ഒരു ഇതായി. അപ്പോൾ അത്രയും ഗംഭീര സിനിമയാണ്, അതുകൊണ്ട് അതായത് വീട്ടിലെത്താൻ കാത്തു നിൽക്കാതെ. അതിനുശേഷം എനിക്കൊരു കുഴപ്പം പറ്റി, ഇനി എനിക്ക് വേറെ ഒരു സിനിമ കാർന്നിടാൻ പറ്റില്ല. കാരണം കാർന്നിട്ട ആൾക്കാർ പൊട്ടത്തിന് ആൾക്കാർ പ്രജുഡിസ്, ആൾക്കാർ വിചാരിക്കും ഇത് എന്തോ ഭയങ്കര എക്സൈറ്റിംഗ് സിനിമയാണെന്ന്. അപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ പിന്നെ കീപ്പ് ചെയ്യേണ്ടതായിട്ടും വരും. എല്ലാ കമന്റ്സും വായിച്ചു നോക്കാറുണ്ടോ? റിപ്ലൈ കൊടുക്കില്ലെന്ന് പറഞ്ഞു. ഇല്ല, കമന്റ്സ് ഇപ്പം ബിഗിനിങ്ങിലുള്ള കുറച്ച് കമന്റ്സ് നോക്കാനേ പറ്റും, ടോപ്പ് കമന്റ്സ്. ഇപ്പം 4000, 5000, 10000, ഇപ്പം എമ്പുരാനൊക്കെ എത്ര 20,000 കമന്റ്സ് ഒക്കെയാണ്. നമുക്ക് പ്രാക്ടിക്കലി പോസിബിൾ അല്ലല്ലോ അത്രയും കമന്റ്സ് നോക്കല്. ബിഗിനിങ്ങിൽ അതായത് വീഡിയോ ഇട്ട ഉടനെ നമുക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും, കാരണം ഇതിന്റെ ഒരു ഗ്രോത്ത് നോക്കാൻ. കാരണം ആദ്യത്തെ ഒരു 10 മിനിറ്റ് കൊണ്ട് അറിയാം. 10 അതെന്ന് വെച്ചാൽ നമുക്ക് ഈസിലി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. 10 മിനിറ്റിൽ എത്ര വ്യൂസ് ഉണ്ടോ അതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ അതിന്റെ എൻഡ് വ്യൂ എനിക്ക് മനസ്സിലാവും, ഇത് എവിടെ കൊണ്ട് അവസാനിക്കും ഈ വീഡിയോ എന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിനെ കുറിച്ച് ബോധമില്ല. പിന്നെ അടുത്ത വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ മറ്റേ വീഡിയോ ഞാൻ മറക്കും. എപ്പോഴും അവസാനം ഇട്ട വീഡിയോ ഏതാണോ അതിനെക്കുറിച്ച് മാത്രമേ എനിക്ക് കൺസേൺ ഉള്ളൂ. മറ്റേതങ്ങ് പോയി പിന്നെ ആരൊക്കെ എന്തൊക്കെ പറയുന്ന ഡിസ്കഷൻസ് അങ്ങനെ. ശരി, ഈ ഇപ്പം ബോളിവുഡ് സിനിമയാണ് ഇന്ത്യൻ സിനിമയായിട്ട് കുറേ കാലം വരെ നമ്മൾ കണ്ടിരുന്നത്. അപ്പം ഇതിൽ നല്ല മാറ്റം വരുന്നുണ്ട്, മലയാളം മൂവീസിൻ്റെ ഒരു നല്ലൊരു റീച്ച് കാരണം. ലോകോത്തര സിനിമയായിട്ട് ഇന്ത്യയിൽ നിന്നും മലയാള സിനിമയെ നമുക്ക് എത്തിക്കാൻ പറ്റുമോ? അങ്ങനെ എത്തിക്കാൻ പറ്റുമെങ്കിൽ അത് എത്ര വർഷം കൊണ്ട് എവിടെയായിരിക്കും അതിൻ്റെ ഒരു പൊസിഷനിങ്? എവിടെയായിരിക്കും? അല്ല, അതിന് കുറേ ക്രൈറ്റീരിയസ് ഉണ്ടല്ലോ. ഇപ്പം നമുക്കിപ്പം ലോകോത്തര സിനിമ എന്ന് പറയുന്ന സമയത്ത് അവാർഡ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മിക്കപ്പോഴും. ഇപ്പോൾ കാനിൽ പോയ സിനിമ, ഓസ്കാറിൽ പോയ സിനിമ, ഞങ്ങളിപ്പോൾ കാനിൽ പോയ മറ്റേ സിനിമയല്ലേ മറ്റേ കനിക്കുസ്തുതി, മനസ്സിലായി. അപ്പോൾ അവിടുത്തെ ക്രൈറ്റീരിയ കൊമേഴ്ഷ്യൽ സക്സസ് അല്ലല്ലോ. ഇപ്പം അങ്ങനെ ഇപ്പോൾ പറയുക ഇപ്പോൾ രാജമൗലി എടുക്കുന്ന പോലെ സിനിമയൊന്നും മലയാളത്തിൽ എടുക്കാൻ പറ്റില്ല. ഇപ്പം RRR ഗ്ലോബൽ സക്സസ്സാണ്. ഇപ്പം അടുത്ത സിനിമയ്ക്ക് വേണ്ടി ജെയിംസ് കാമറൂണും സ്റ്റീഫൻ സ്പിൽബർഗ് വെയിറ്റിംഗ് ആണ്. അപ്പം അങ്ങനത്തെ പടങ്ങളൊന്നും എടുക്കാനുള്ള ആൾക്കാരും നമുക്കില്ല, ബജറ്റും ഇല്ല, നമ്മൾ ഇൻഡസ്ട്രി ചെയ്തതാണ്. പിന്നെ നമുക്ക് ഈ ലോകോത്തരം എന്ന് പറയാൻ എത്താൻ പറ്റുന്നത് അവാർഡ്സിൽ കൂടെയാണ്. ഇപ്പം ഡോക്ടർ ബിജുവിൻ്റെ ഒരു സിനിമ ഓസ്കാറിലേക്ക് പോയിട്ടുണ്ട്, അതൊന്നും ആൾക്കാർ അറിഞ്ഞിട്ട് കൂടെ ഉണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള സിനിമകൾ എടുക്കാൻ, അതായത് ബജറ്റ് ഇല്ലാതെ കോണ്ടന്റ് കൊണ്ട്, ക്രിയേറ്റിവിറ്റി കൊണ്ട്, അല്ലെങ്കിൽ ഒരു തിമാറ്റിക്കലി ഞെട്ടിക്കാൻ പറ്റുന്ന എടുക്കാൻ പറ്റുന്ന ആളുകളുണ്ട്. അത് അവാർഡ്സ് വഴി നമുക്ക് ലോകോത്തര സിനിമ എത്താൻ പറ്റില്ല, കൊമേഴ്ഷ്യലി നമുക്ക് നടപടിയാവുന്ന കേസല്ല. അശ്വന്തിന്റെ ഒരു റിയൽ ടേസ്റ്റ് എന്താണ് സിനിമയിൽ? എനിക്ക് ബേസിക്കലി വയലൻ്റ് ആയിട്ടുള്ള സിനിമകൾ, അല്ലെങ്കിൽ പിന്നെ ആക്ഷൻ ഓറിയൻറ്റഡ് ഉള്ള സിനിമകൾ, ത്രില്ലേഴ്സ്, ടെൻഷൻസ് ഉണ്ടാകുന്ന സിനിമകൾ, ഈ റോംകോം പരിപാടി, അല്ലെങ്കിൽ ഹൊറർ, ഫീൽ ഗുഡ്, അങ്ങനത്തെ എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ ഫീൽ ഗുഡ്, പിന്നെ എല്ലാത്തിലും ബെസ്റ്റ് ഉണ്ടല്ലോ. ഇപ്പം കുമ്പളങ്ങി നൈറ്റ്സൊക്കെ ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ
മഹേഷിൻ്റെ പ്രതികാരം കാണുന്ന സമയത്ത് അത് അതിലെ ബെസ്റ്റാ, ആ ജോണറിലെ ബെസ്റ്റാ. ഓരോ ജോണറിലും ബെസ്റ്റാണെങ്കിൽ കുഴപ്പമില്ല. ഹൊറർ സിനിമ എന്ന് പറഞ്ഞിട്ട് വെറുതെ പ്രയത്ത് കണ്ട ചിരി വരുന്ന സിനിമകളുണ്ട്, നമ്മൾ ഞെട്ടിപ്പോകുന്ന സിനിമകളുണ്ട്. അപ്പോൾ എല്ലാ ജോണറും എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ ബേസിക്കലി എനിക്ക് ത്രില്ലർ, ഇൻവെസ്റ്റിഗേഷൻ, ആക്ഷൻ ഓറിയൻറ്റഡ്, വയലൻറ്റ്, പിന്നെ നമ്മുടെ ആക്ടേഴ്സിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഇമോഷണൽ മാസ് എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. ഇപ്പോൾ തോട്ടത്തിൽ ലാലേട്ടൻ ചെയ്ത പോലെ സാധനം, ജയിലറിൽ ഇദ്ദേഹം രജനീകാന്ത് ചെയ്ത പോലെ സാധനം. ഇമോഷണൽ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇമോഷണലി വീക്കായിട്ട് മാസ് കാണിക്കുക. ആദ്യം മാസമൊന്നുമില്ല, അത് നമ്മളെ ഇമോഷണലി വീക്കാക്കും. പിന്നെ അത് നമ്മൾ കൊടുക്കണം നമ്മൾ വിചാരിക്കുന്ന സമയത്ത് കൊടുത്തിരിക്കും. അപ്പം കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ, അത് തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ, അത് നമുക്ക് ഒറ്റയ്ക്കല്ല. ഒരു ലാർജ് ഓഡിയൻസ്, വലിയൊരു ക്രൗഡ് ഒരു കിങ് സൈസ് തിയേറ്ററിൽ ഇരുന്ന സമയത്ത് അപ്പം കയ്യടി വീഴുമ്പോൾ, വിസടി വീഴുമ്പോൾ, അപ്പം കണ്ണൊക്കെ അറിയാം. അപ്പം ഭയങ്കര ഒരു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ വരും. ഇതൊന്നും അല്ലാത്തൊരു അശ്വന്തുണ്ടോ? ഇപ്പൊ എന്നോട് സംസാരിക്കണ അല്ലാത്തൊരു അശ്വന്തുണ്ടോ? അല്ല, ഞാൻ ഭയങ്കര ക്രേസിയാ, ക്രേസി ആൻഡ് വിയേർഡ്. എന്നെ എത്ര അടുത്തറിയുന്ന ആൾക്കാരെ മനസ്സിലാവും. ഞാൻ എന്തൊക്കെ കാണിക്കുന്ന ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സ്ക്രീനിൽ കാണാൻ ഇഷ്ടമുള്ള ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ ഒരു ആക്ടർ, അങ്ങനെയാണെങ്കിൽ ആക്ടർ ആക്ട്രസ് ആണോ അല്ലെങ്കിൽ ആക്ടർ ആണോ? ആക്ടർ ഏതായാലും, ആക്ടർ ആക്ട്രസ് ആണെങ്കിലും ഇങ്ങനെ ഒരു കോമ്പിനേഷൻ, രജനികാന്ത് കോമ്പിനേഷൻ, അങ്ങനെ ഒരു ഇഷ്ടമുണ്ടോ? ഉണ്ട്. ലാലേട്ടൻ ആരുടെ കൂടെ കോമ്പിനേഷൻ അടിച്ചാലും എനിക്ക് താല്പര്യമാണ്. ഇപ്പോൾ ലാലേട്ടൻ ഫഹദ് ഫാസിൽ, ലാലേട്ടൻ ദുൽഖറായിട്ട് ലാലേട്ടൻ കോമ്പിനേഷൻ വന്നിട്ടില്ല. അപ്പോൾ അത് ലാലേട്ടൻ ആരുടെ കൂടെ കോമ്പിനേഷൻ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര എക്സൈറ്റിങ്ങാണ്. കാരണം പുള്ളി എങ്ങനെ അവിടെ, പക്ഷേ പലപ്പോഴും പറ്റിയിട്ടുള്ളത് ഇപ്പം വിജയുടെ കൂടെ സുരയുടെ പോയിട്ട് ഭയങ്കര മോശമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. എനിക്ക് ജൂനിയർ എൻടിആറിൻ്റെ കൂടെ ചെയ്ത സിനിമ, അങ്ങനത്തെ സിനിമകളെ താല്പര്യം. പക്ഷേ ജനതാ ഗാരേജ് പോലത്തെ. പക്ഷെ അധികം ലാലേട്ടൻ വരുന്ന കോമ്പിനേഷൻ അന്വേഷണ ചിത്രങ്ങളിൽ മോശം. പിന്നെ നമ്മുടെ ഇവിടെ കോമ്പിനേഷൻസ് ഈ പറഞ്ഞ ഫഹദിന്റെ കൂടെ അല്ലെങ്കിൽ ഡിക്യുവിന്റെ കൂടെ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇപ്പോഴത്തെ ഒരു സിനാരിയോയില് ഇപ്പൊ നമ്മൾ ഓണമാണല്ലോ, മ്യൂസിക്കൽ ചെയർ എന്തായാലും നമുക്ക് മാറ്റി നിർത്താൻ പറ്റത്തില്ല. മ്യൂസിക് ഡയറക്ടേഴ്സിന് ഒരു മ്യൂസിക്കൽ ചെയർ നടത്തുകയാണ്. ആ ചെയറിൽ അവസാനം ആരായിരിക്കും ഇപ്പോഴത്തെ ഒരു സിനാരിയോയിൽ ഇരിക്കുന്നത്? ആ ചെയർ സ്വന്തമാക്കുന്ന ആരായിരിക്കും? ഓഫ് കോഴ്സ് ജെക്സ് ബിജോയ്. സുഷിൻ ശ്യാം ഇസ് ദർ. പുള്ളി ഭയങ്കര ചൂസ് ചെയ്തുകൊണ്ട് ആദ്യം പടങ്ങൾ ചെയ്യുന്നില്ലല്ലോ. ജെക്സ് ബിജോയ് ഇസ് അൺഡൗട്ടഡ്ലി ദ ബെസ്റ്റ്, കറന്റ്ലി ദ ബെസ്റ്റ്. വേറെ ലെവൽ മാൻ, ലെവൽ. കാരണം പുള്ളി ചെയ്യുന്ന ജോൺറൈസ് അത്രയും, പുള്ളി എല്ലാം പിടിക്കുന്നില്ലേ. പുള്ളി ഫോക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം തുടർന്ന് ചെയ്ത സംഭവം അതേ പുള്ളി തന്നെയാണ് മറ്റേ കുഞ്ചാക്കോ മോഹന്റെ സിനിമയിൽ ഒരു ഇന്റർനാഷണൽ സാധനം ചെയ്ത് വെച്ചത്. ഇപ്പോഴത്തെ ലോകയിൽ അതിലും ഗംഭീര സാധനം ചെയ്തിരിക്കുന്നത്. പുള്ളി ഭയങ്കര റേഞ്ചുള്ള ഒരു ക്രിയേറ്ററാണ്, എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ റീ റിലീസിന്റെ ടൈമാണ്. അശ്വന്തിന്റെ ഒരു ലിസ്റ്റില് ഒരു 3 സിനിമ മസ്റ്റായിട്ടും റീ റിലീസ് ചെയ്തേ പറ്റൂ എന്നാണെങ്കിൽ അത് ഏതൊക്കെ സിനിമയാണ്? 1 നരസിംഹം, 2 2020, പിന്നെ രാവണപ്രഭു കണ്ട കൊള്ളാന്നുണ്ട്. ശരി, അതാണ് 3. ഓക്കെ, ഓണവുമായി ബന്ധപ്പെട്ട് ചോദിക്കുകയാണ്. ഇപ്പം സദ്യയില് റിവ്യൂവർ ആയതുകൊണ്ട് ചോദിക്കുകയാണ്, എന്നാലും ഒരു 5 ടോപ്പ് പ്രയോറിറ്റി ഐറ്റംസ് എന്തൊക്കെയാ സദ്യയിൽ? നമ്മളിവിടെ സ്വാഭാവികമായിട്ടും എൻ്റെ നാട്ടിൽ സദ്യ നോൺ വെജ് ഉണ്ടാവാറുണ്ട്. ഞാൻ അത് എക്സ്ക്ലൂഡ് ചെയ്ത് പറയാം. ഓഫ് കോഴ്സ് സാമ്പാർ. സാമ്പാർ പറഞ്ഞാൽ മറ്റേ വെള്ളം പോലെ സാമ്പാറല്ല, മലബാർ തേങ്ങ അരച്ച് വറുത്തരച്ച് മല്ലിയൊക്കെ വറുത്തരച്ചുള്ള സാമ്പാർ. പിന്നെ കൂട്ടുകറി, പച്ചടി, പപ്പടം. ഇതിന്റെ എണ്ണത്തെ പെടുത്താൻ പറ്റുമോ? പപ്പടം, പിന്നെ അവിയൽ. 5 ഇനിയുണ്ടോ ലിസ്റ്റില്? അല്ല, അതെല്ലാം പറ്റും. അത് ഒഴിവാക്കാനുള്ള ഒന്നുമില്ലല്ലോ സദ്യയില്. ഒരു ടോപ്പ് 5 ലാലേട്ടൻ മൂവീസ് പറഞ്ഞാൽ അശ്വന്തിന്റെ ലിസ്റ്റിൽ ഏതൊക്കെയുണ്ട്? ഇഷ്ടം വെച്ച് പറഞ്ഞാലോ? ഇഷ്ടം വെച്ച് പറയാം. സ്ഫടികം, കിലുക്കം, പിന്നെ നരസിംഹം, കിരീടം, 4 ദൃശ്യം മതി. 5 ടോപ്പ് 5 ഇഷ്ടം വെച്ച് നോക്കിയിട്ടാണ്. ഇനി നമുക്ക് മമ്മൂക്കയുടെ കൂടെ നോക്കിയാലോ? ഓക്കെ, ഇഷ്ടത്തില് 5 മമ്മൂക്ക മൂവീസ്. ഓഫ്കോഴ്സ് അമരൻ ഞാൻ പലപ്പോഴും സീൻസ് മാത്രം എടുത്തിട്ട് കാണുന്ന ഒരു സിനിമയാണ്. ക്ലൈമാക്സ് മുരളിയുള്ള കോമ്പിനേഷൻ. പിന്നെ മമ്മൂക്കനെ അപൂർവമായിട്ട് നമുക്ക് ഭയങ്കര ലൈറ്ററായിട്ട് ഓവർ ഡ്രാമാറ്റിക് അല്ലാതെ കിട്ടാറുള്ളൂ. അത് മറ്റേ ശ്രീധരൻ്റെ 1-ാം തിരുമുറ എന്ന് പറഞ്ഞ സിനിമ, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു മമ്മൂക്കനെ. പിന്നെ മമ്മൂക്കയുടെ കിങ്, അതിലൊരു എപ്പിറ്റമി ഓഫ് മാലിനാൻസ്, അതിൽ ഡയലോഗ് ഡെലിവറി പരിപാടി. കിങ് പലപ്പോഴും സീൻസ് എടുത്ത് കാണുന്ന സിനിമയാണ്. പിന്നെ മമ്മൂക്കയുടെ ആക്ടിങ്ങിൻ്റെ ഒരു ഭയങ്കര റേഞ്ച് വന്നിട്ടുള്ള സിനിമകൾ കുറേ ഉണ്ട്. അത് പക്ഷേ അങ്ങനെ വീണ്ടും വീണ്ടും അങ്ങനെ കാണാത്ത സിനിമകളാണ്. കാണുന്നത് ഈ സിനിമകളൊക്കെ തന്നെ.
എപ്പോഴെങ്കിലും ഒരു റിഗ്രറ്റ് ഫീൽ, നേരത്തെ പറഞ്ഞു ചിലത് വേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞു, എന്നാലും വീഡിയോസ് കാണുമ്പോൾ അയ്യോ അതൊരു ചെറിയ സിനിമ, അതിനങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നാറുണ്ടോ? അങ്ങനെയല്ല, സിനിമയെ കുറിച്ച് പറഞ്ഞതൊന്നും റിഗ്രറ്റ് ഇല്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് അത്ര അങ്ങ് പറയേണ്ടിയിരുന്നില്ല, അത്ര അങ്ങ് മോശം പറയേണ്ടിയിരുന്നില്ല എന്ന് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്. അത് ചെറിയൊരു മൈൽഡായിട്ട് ഒരു സ്കെയിൽ, ഞാൻ പറഞ്ഞ സ്കെയിലില്ലേ, ഞാൻ പ്രൊമാൻസിൻ്റെ കാര്യം പറഞ്ഞില്ല, അത്രയും സ്കെയിലിൽ ഹൈ ആയിട്ട് പറയേണ്ടിയിരുന്നില്ല. പിന്നെ ചില സിനിമ അത്രയും സ്കെയിലിൽ താഴ്ത്തിയും പറയേണ്ടിയിരുന്നില്ല. അത് ആ സ്കെയിലിൻ്റെ ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ, അല്ലാതെ റിഗ്രറ്റ് തോന്നാൻ മാത്രമുള്ള തരത്തിലുള്ള വീഡിയോസ് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. വേറെ ആരെങ്കിലും റിവ്യൂവേഴ്സ് ആയിട്ട് ഇങ്ങനെ ആരെങ്കിലും കാണുന്നുണ്ടോ? ഞാൻ കാണാറുണ്ടല്ല, ഷസാമിൻ്റെ ഒക്കെ ഞാൻ സ്ഥിരം കാണുന്നത്. അപ്പോൾ പുള്ളിയുടെ പ്രസൻറ്റേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ ഉണ്ണി, ഇവരൊക്കെ കാണാറുണ്ട്. പിന്നെ ബ്ലൂ സെട്ടേമാരും കാണാറുണ്ട്. പുള്ളി പിന്നെ ടെംപ്ലേറ്റ് എല്ലാം ഒരേ രീതിയിലാണ് പറയുന്നത്. പക്ഷെ പുള്ളിയുടെ ചില കാര്യങ്ങൾ പറയുന്നതൊക്കെ ഭയങ്കര രസമാണ്. പിന്നെ ഹിന്ദിയിലും ഞാൻ അങ്ങനെ കാണാറില്ല, തമിഴും മലയാളം കൂടുതൽ കാണുന്നത്. കുറേ കാലമായിട്ട് ആഗ്രഹിക്കുകയാണ് ഇങ്ങനെ ഒരു വ്യക്തിയെ നേരിട്ട് കാണണമെന്നുള്ളത്. അപ്പം ഇപ്പോഴാണ് ഈ മുതലിനെ ഒന്ന് അടുത്തറിഞ്ഞാൻ പറ്റിയത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഓണം എന്താ പ്ലാൻസ്? ടൂർ പോകുന്നുണ്ടോ? ട്രിപ്പ് അടിക്കുന്നുണ്ടോ? ഇല്ല, വെള്ളം കളി. അപ്പോൾ എന്തായാലും ഒരു സന്തോഷം നിറഞ്ഞ ഒരു ഓണം, ഒരു അടിപൊളി വർഷമാവട്ടെ. അപ്പം ഓൾ ദി വെരി ബെസ്റ്റ്. ഇനിയും ഞങ്ങൾ വിളിക്കുമ്പോൾ വരണം, ഇനിയും വലിയ വലിയ ഉയരങ്ങളിലേക്ക് എത്തട്ടെ. താങ്ക് യു സോ മച്ച് ആൻഡ് ഹാപ്പി ഓണം. ഓക്കെ, താങ്ക് യു.